ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസർ ആര്? ഉത്തരം മേജർ സ്വാതി ശാന്തകുമാർ ആണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസർ. സവിശേഷ സമഗ്ര നഗര നയം രൂപവത്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമേത്? ഉത്തരം കേരളമാണ് സവിശേഷ സമഗ്ര നഗര നയം രൂപവത്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 2026 എന്ന വർഷം കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? ഉത്തരം മധ്യപ്രദേശാണ് 2026 എന്ന വർഷം കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ് ഏത്? ഉത്തരം ഭാരത് ടാക്സിയാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ്. കേരളത്തിലെ 2025 മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് പോലീസ് സ്റ്റേഷൻ? ഉത്തരം കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ 2025 മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പോലീസ് സ്റ്റേഷൻ. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമേത്? ഉത്തരം അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലമാണ് കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി ഏത്? ഉത്തരം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി. ഇത് തുടങ്ങുന്നത് കോഴിക്കോട് ചേവായൂരിലാണ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന കൃതിയുടെ രചയിതാവാര്? ഉത്തരം കരസേന മുൻ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ ആണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന കൃതിയുടെ രചയിതാവ്. സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം ഛത്തീസ്ഗഡിലെ ധംതാരിയാണ് സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. പോർച്ചുഗലിൻ്റെ പുതിയ പ്രസിഡന്റ് ആര്? ഉത്തരം അന്റോണിയോ ഹൊസെ സേഗുറോ ആണ് പോർച്ചുഗലിൻ്റെ പുതിയ പ്രസിഡന്റ്. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവമേത്? ഉത്തരം സവിശേഷയാണ് കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? ഉത്തരം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം അഥവാ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളമാണ് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. ഇത് തുറന്നുകൊടുത്തത് 1999 മെയ് 25-നാണ്.